Good afternoon. Good afternoon. എല്ലാവരും ഹാപ്പി ആയിരിക്കണോ? രണ്ടു ദിവസമൊക്കെ അവധിയായിരുന്നു അല്ലേ? സാറ്റർഡേ സൺഡേ ഒക്കെ അവധിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു? റേഡിയോളജി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ? റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസ്. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു റേഡിയോളജി എന്ന് പറഞ്ഞ എന്താ? മെഡിസിന്റെ ഒരു ബ്രാഞ്ചാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുകയും അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ഒരു മെഡിസിന്റെ ഒരു ബ്രാഞ്ചാണ് ഈ റേഡിയോളജി എന്ന് പറയുന്നത് അല്ലെ? ഇനി ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു അല്ലെ? ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ എന്താ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞ ഇമേജിംഗ് ടെക്നോളജിയാണ് അവിടെ ഉപയോഗിക്കണേന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് റേഡിയോളജിയിൽ ഉപയോഗിക്കുന്ന 4 തരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജിയാണ്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ. ഓക്കെ, അതിനകത്ത് എക്സ്റേ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? എക്സ്റേ എന്ന് പറഞ്ഞത് എക്സ്റേ റാപ്പിഡ് ആണ്, പെട്ടെന്ന് നടത്താൻ പറ്റുന്നതാണ്, വേദനയൊന്നുമില്ല, പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. ദാറ്റ് ഈസ് ഡൺ ടു ക്രിയേറ്റ് ഇമേജ് ഓഫ് സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ ബോഡി, പെക്യുലിയർലി ദ ബോൺസ്. പ്രത്യേകിച്ച് ബോൺസിന്റെ കാര്യത്തില് എല്ലുകൾക്ക് എന്തെങ്കിലും പറ്റുമൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്റേ ആണ് അവിടെ എടുക്കുന്നത് അല്ലെ? എക്സ്റേ. പിന്നെ നമ്മൾ പറഞ്ഞു എക്സ്റേയില് ഒറ്റ ഫോണിൽ നിന്നുള്ള ഒരു പിക്ചർ ആണ് അവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു അല്ലെ? അത്രയാണ് അതിൽ പറഞ്ഞത്. പിന്നെ അടുത്തത് അൾട്രാസൗണ്ട്, രണ്ടാമത്തെയാണ് അൾട്രാസൗണ്ട്. ഓക്കെ, അൾട്രാസൗണ്ട്. High frequency sound waves to make the images of soft tissue and internal organs. Non-invasive procedure safe to observe fetus. Then next ഒന്ന് കറക്റ്റ് ചെയ്ത് കേട്ടോ അവിടെ. ട്രാൻസ്ഡ്യൂസർ, ട്രാൻസ്ഡ്യൂസർ എന്നാണ് TRANSDUCER. ട്രാൻസ്ഡ്യൂസർ. കേസ് CASE. 2 വേർഡാണ് കേട്ടോ. ട്രാൻസ്ഡ്യൂസർ, കേസ്. ട്രാൻസ്ഡ്യൂസർ, കേസ്. ഓക്കെ, നോക്കാം നമുക്ക്. ഓവർ സ്കിൻ വിത്ത് കണ്ടക്റ്റീവ് ജെൽ. ഇപ്പൊ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് അൾട്രാസൗണ്ട് ആണ്. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തല മുതൽ കാല് വരെയുള്ള ഏത് ഭാഗത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ് അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാ? ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങള് നമ്മുടെ ശരീരത്തിൽ കൂടെ കടത്തിവിട്ട് അവിടെ ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റേഡിയേഷൻ ഒന്നുമില്ല. ഇത് ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവുകൾസ് നമ്മുടെ ബോഡിയിലൂടെ കടത്തി വിട്ടിട്ടാണ് അവിടെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ പറഞ്ഞത് പിന്നെ അതിനകത്ത് നോക്കിയാൽ അത് ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് നോക്കാം കേട്ടോ. High frequency sound waves make images of soft tissue and internal organs. ഇപ്പൊ നമ്മൾ ഏത് ഭാഗത്താണോ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ എന്താണ് ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങൾ അതിൽ കൂടെ കടത്തിവിട്ട് നമ്മുടെ ബോഡിയിൽ കൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് ശബ്ദ തരംഗങ്ങൾ മാത്രമേ അവിടെ കടത്തിവിടുന്നുള്ളൂ. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നോൺ ഇൻവാസീവ് പ്രൊസീജിയർ. അതായത് നോൺ ഇൻവാസീവ് എന്ന് വെച്ചാൽ ആക്രമണാത്മകമല്ലാത്ത, അതായത് ഇവിടെ ഒരു റേഡിയേഷനും ഉണ്ടാകുന്നില്ല. ഇവിടെ ഇതിപ്പോ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്കൊരു റേഡിയേഷനും ഉണ്ടാകുന്നില്ല. അതായത് നോൺ ഇൻവാസീവ് പ്രൊസീജിയർ, ആക്രമണാത്മകമല്ലാത്ത ഒരു പ്രൊസീജിയർ ആണ്. സേഫ് ടു ഒബ്സർവ് ഫീറ്റസ്. ഫീറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രൂണം, എംബ്രിയോ. എംബ്രിയോ നമ്മൾ പറഞ്ഞില്ലേ, പ്രഗ്നന്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഡോക്ടർ അൾട്രാസൗണ്ട് സ്കാനാണ് എടുക്കുന്നത്. വെച്ചാൽ കുട്ടിക്കോ എംബ്രിയോയ്ക്കോ ഒന്നും ഒരു പ്രശ്നമില്ല, വളരെ സേഫ് ആണ്, ഒരു റേഡിയേഷനും അവിടെ ഉണ്ടാകുന്നില്ല. Okay, transducer case over skin with conducting gel. അതായത് ഇതിപ്പോ എടുത്തിട്ടുള്ളവർക്ക് അറിയാം, അൾട്രാസൗണ്ട് സ്കാൻ എടുത്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ചിലപ്പോ നമ്മുടെ വയറ്റിൽ സ്കാൻ ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ നമ്മുടെ വയറ്റിന്റെ മുകളിലൂടെ ഒരു ജെല്ല് വരട്ടും അല്ലെ?
ഒരു ജെല്ല് ഇങ്ങനെ പരട്ടിയിട്ട് ട്രാൻസ്ഡ്യൂസർ TRANSDUCER ട്രാൻസ്ഡ്യൂസർ കേസ് എന്നാണ്. ഓക്കെ, ട്രാൻസ്ഡ്യൂസർ കേസ് ഓവർ സ്കിൻ വിത്ത് കണ്ടക്ടിങ് ജെൽ. അതായത് ഇത്രയുള്ള അതിന്റെ മീനിങ്. അത് ഞാൻ പറഞ്ഞത് സ്കാൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. നമ്മുടെ വയറിന്റെ ആണെങ്കിൽ നമുക്ക് എന്റെ വയറിന്റെ മുകളിൽ ഒരു ജെല്ല് ഇങ്ങനെ പെരട്ടും. എന്നിട്ട് അതിൽ കൂടെ നമ്മൾ എന്താണ് ഒരു സ്റ്റിക്ക് അല്ലെ, സ്റ്റിക്ക് ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ ആ ജെല്ല് പറ്റിയിട്ട് അതിൽ കൂടെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഇങ്ങനെ ഓടിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അത് ആ ഒരു ഭാഗത്തെ ഉള്ളിലുള്ള കാര്യം നമുക്ക് അവിടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാൻ പറ്റും. എംബ്രിയോനെയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതാണ് അൾട്രാസൗണ്ട്. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമേജിംഗ് ടെക്നോളജി ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് ഫീറ്റസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇമേജിംഗ് ടെക്നോളജി ഏതാണ്? അൾട്രാസൗണ്ട്. പിന്നെ ചോദിക്കാം വിച്ച് ഈസ് ദ സേഫസ്റ്റ് ഇമേജിംഗ് ടെക്നോളജി? ഏറ്റവും സേഫസ്റ്റ് ഏതാ? അൾട്രാസൗണ്ട്. അങ്ങനെ 2 ക്വസ്റ്റ്യന് അവിടെ നിന്ന് ചോദിക്കാം കേട്ടോ. ആ ഒരു സെക്ഷനിൽ നിന്ന് ഏറ്റവും സേഫ് ആണെന്ന് പറഞ്ഞു. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ സേഫ് ആണ്, വളരെ സേഫ് ആണ്. ഫിറ്റസ് എംബ്രിയോനെ ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സേഫ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ അവിടെ. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ സേഫ് ടു ഒബ്സർവ് ഫീറ്റസ്. അതിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻ കിട്ടും. ക്ലിയർ ആയോ? ഫീറ്റസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഇമേജിംഗ് ടെക്നോളജിയാണ് അവിടെ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാം. പിന്നെ ഏറ്റവും സേഫസ്റ്റ് ഏതാണ്? മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയിൽ നമുക്ക് ഏറ്റവും സേഫസ്റ്റ് ഏതാണെന്ന് ചോദിക്കാം. 2ന്റെ ആൻസർ അൾട്രാസൗണ്ട് തന്നെയാണ്. ഓക്കെ, അടുത്തതാണ് CT സ്കാൻ എന്ന് പറയുന്നത്. എന്താണ്? എക്സ്പാൻഡഡ് ഫോം കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അവിടെ ഉണ്ട് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. കമ്പ്യൂട്ടേർഡ് COMPUTED ടോമോഗ്രഫി TOMOGRAPHY ടോമോഗ്രഫി സ്കാൻ. നോക്കിയേ, a CT scan known in the name of as computer tomography scan. ഇതെന്നറിയപ്പെടുന്ന എക്സ്പാൻഡഡ് ഫോം ആണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ, CT scan. Means of computer processed blend of many X-ray measurements taken from. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത കേട്ടോ. X-ray measurements taken from എടുക്കുന്നത് taken from different angles to generate cross-sectional image of specific area of a object, allowing the user to see inside the object without cutting. എന്ന് വെച്ചാൽ എന്താ? CT സ്കാൻ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് എക്സ്റേയില് നമ്മൾ പറഞ്ഞു ഒറ്റ കോണിൽ നിന്നുള്ള ഒരു ഇമേജ് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൂ. പക്ഷേ CT സ്കാനിലെ ഡിഫറെന്റ് ആംഗിള് 360 ഡിഗ്രി കോണിലുള്ള ഒരു ഇമേജ് എക്സ്റേ ചിത്രം ലഭിക്കുകയാണ്. രണ്ടും സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. എക്സ്റേയും CT സ്കാൻ എന്ന് പറഞ്ഞ രണ്ടും സെയിം പ്രൊസീജിയർ ഒരു പ്രിൻസിപ്പിൾ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. എക്സ്റേയില് നമുക്ക് ഒറ്റ ഡയമെൻഷനിൽ നിന്നുള്ള പിക്ചറേ കിട്ടുള്ളൂ. എന്നാൽ CT സ്കാനില് വ്യത്യസ്ത ആംഗിളുകളിൽ നിന്നുള്ള ആ ഇമേജ് നമുക്ക് കിട്ടും. അതായത് 360 ഡിഗ്രി കോണിലുള്ള വ്യത്യസ്ത ആംഗിളുകളിൽ നിന്നുള്ള എക്സ്റേയുടെ ചിത്രം നമുക്ക് അവിടെ ലഭിക്കും. പിന്നെ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗത്തും നമുക്ക് CT എടുക്കാം, സ്കാൻ ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസീസ് എന്താണെന്ന് അവിടെ ഡയഗ്നോസ് ചെയ്യാം. അവിടെ പറഞ്ഞിട്ടുണ്ട്. Then taken from different angles to generate cross-sectional image of specific area of a object. അതിന്റെ cross sectional image പല ആംഗിളിൽ നിന്നുള്ള ഇമേജ് അവിടെ കിട്ടുകയാണ്. നമുക്ക് നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റ് അത് നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഉള്ളിലുള്ള കാര്യം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. allowing the user to see inside the object. അതിന്റെ ഉള്ളിലുള്ള കാര്യം വിത്തൗട്ട് കട്ടിങ് ചെയ്യാതെ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇത് ഇവിടെ എക്സ്റേ തന്നെ ഉപയോഗിച്ചാ ചെയ്യുന്നത്. എക്സ്റേ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ എന്താണ് ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള ഒരു പിക്ചർ അവിടെ കിട്ടും. അതാണ്. ഇനി അടുത്തതാണ് MRI എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചോട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ എഴുതി വെച്ചോ. മാഗ്നറ്റിക് MAGNETIC മാഗ്നറ്റിക് റെസൊണൻസ് RESONANCE മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ഇമേജിംഗ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. അതാണ് MRI സ്കാൻ എന്ന് പറയുന്നത്. MRI. Strong magnetic field and radio waves are used to view the structure and to create three-dimensional image. ഇവിടെ എങ്ങനെയാ വളരെ സ്ട്രോങ് ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്, റേഡിയോ വേവ്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഒരു 3 ഡയമെൻഷനുള്ള ഒരു ഇമേജ് കിട്ടും. ഷോസ് ബ്ലഡ് ക്ലോട്ട് ഡാമേജ്. നമുക്ക് ബ്ലഡില് എന്തെങ്കിലും ക്ലോട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ടോൺ ലിഗ്മെന്റ്സ് പൊട്ടിയ സന്ധികള്. MRIയുടെ എക്സ്പാൻഡഡ് ഫോം ആണോ MRI എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് MAGNETIC മാഗ്നറ്റിക് റെസൊണൻസ് RESONANCE റെസൊണൻസ് ഇമേജിംഗ് IMAGING. ഓക്കെ, ഇമേജിംഗ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് MRI ചെയ്തിട്ടുള്ളവരുണ്ടോ? ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മൾ സാധാരണ മറ്റുള്ള സ്കാനുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഇത്തിരി കൂടി കോസ്റ്റ് ആവും. നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, നടുവേദനയോ അല്ലെങ്കിൽ ബ്രെയിനിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, സ്റ്റോക്ക് എന്തെങ്കിലും നമ്മുടെ ബ്ലഡിലെ ഡാമേജ് ക്ലോട്ട് ആവുക, സ്റ്റോക്ക് ഒക്കെ അവർക്കൊക്കെ MRI സ്കാൻ പറയുന്നത് അവിടെ ഓർത്തോക്കാരൊക്കെ നമുക്ക് മുട്ടിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അങ്ങനെയുള്ള ജോയിന്റ്സിന്റെ ഒക്കെ MRI എടുക്കും. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ വളരെ അധികം കുറെ സമയം എടുത്ത് ചെയ്യുന്നതാണത്. വളരെയധികം കുറച്ചധികം സമയം എടുത്ത് ചെയ്യുന്നതാണ്. പിന്നെ എന്താ പ്രത്യേകത? ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, നല്ല സൗണ്ട് കേൾക്കും അല്ലെ? നമുക്ക് നല്ലൊരു സൗണ്ട് കേൾക്കും. പിന്നെ നമ്മൾ ട്യൂബിൽ കൂടെ ഇങ്ങനെ കയറുന്നോടെ തോന്നും. നമുക്ക് കുറച്ചുകൂടി പേടിപ്പെടുത്തുന്നതാണ്. നമുക്ക് ചിലർക്കൊക്കെ ഒരു പേടി പോലെ തോന്നാം. നമ്മളൊരു ട്യൂബിൽ കൂടെ ഇങ്ങനെ കയറുന്ന പോലെ തോന്നും. നമുക്ക് അതിന് ചെയ്യുമ്പോൾ നല്ല സൗണ്ടും കേൾക്കും. ഇതൊക്കെയാണ് MRI എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? അപ്പൊ അത് അങ്ങനെ നമുക്ക് 3 ഡയമെൻഷണൽ ഇമേജ് കിട്ടും. ഷോസ് ബ്ലഡ് ക്ലോട്ട് ഡാമേജ്. ബ്ലഡിന് എന്തെങ്കിലും ക്ലോട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡാമേജ് എന്താന്ന് കണ്ടുപിടിക്കാനായിട്ട് കാണിച്ചു തരും. ടോൺ ലിഗ്മെന്റ്സ്. ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിയ സന്ധികള്. ലിഗ്മെന്റ്സ്, ടോൺ ലിഗ്മെന്റ്സ്. 2 ബോണുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഭാഗമാണ് ലിഗ്മെന്റ്സ്. നിങ്ങൾക്ക് അറിയാലോ, ഫൈബർ കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് കണക്ട് ബോൺസ് ടു ബോൺസ്. ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നതാണുള്ള ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗ്മെന്റ് എന്ന് പറയുന്നത്. സന്ധികള്, 2 ബോൺസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആണ് സന്ധികള്, പൊട്ടിപ്പോയ സന്ധികള്. ആൻഡ് ടെൻഡൻസ്. ടെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നായുക്കൾ എന്ന് പറയും. മസിലും ബോണുകളും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. സ്ട്രോങ് ഫ്ലെക്സിബിൾ ടിഷ്യൂ ദാറ്റ് കണക്ട് മസിൽസ് ടു ബോൺ. മസിലും ബോൺസും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ടെൻഡൻ. സ്നായുക്കൾ എന്ന് പറയും മലയാളം. സ്നായുക്കള് പൊട്ടിപ്പോയ ലിഗ്മെന്റ്സുകളോ സ്നായുക്കളോ ടെൻഡൻസ് സ്നായുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട്. ആൻഡ് അത് സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റി ഇൻവാസീവ്. ഇതൊക്കെ എങ്ങനെയാണ്? നമുക്ക് കുറച്ച് എന്നുവെച്ചാൽ ഇത് കുറച്ചും കൂടി അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങള്. ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആക്രമണാത്മകമായിട്ടുള്ള എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് MRI സ്കാൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എക്സ്പാൻഡഡ് ഫോം നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. MRIയുടെ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്.
അവിടെ നമുക്ക് എന്തിനാണ് 3-dimensional ഇമേജ് ആണ് കിട്ടുന്നത്. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ടു വ്യൂ ദ സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റ് 3-dimensional ഇമേജ്. ഇത് എന്തൊക്കെ കണ്ടുപിടിക്കാനാ? ബ്ലഡ് ക്ലോട്ട് ഡാമേജ്, പൊട്ടിപ്പോയിട്ടുള്ള ലിഗ്മെന്റ്സ്, ടെൻഡൻസ്, മറ്റുള്ള ടിഷ്യൂസ്, അതിലൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ 4 തരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സ്റേയുടെ നമ്മൾ പറഞ്ഞു ഏതാണ്? ബോൺസിന്റെ കാര്യത്തില് റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് ബോൺസിന്റെ കാര്യത്തിൽ എക്സ്റേ ചെയ്യുന്നത്. രണ്ടാമത് അൾട്രാസൗണ്ട് ആണെന്ന് പറഞ്ഞു. അൾട്രാസൗണ്ട് ഏറ്റവും സേഫസ്റ്റ് ആണ്. ഇമേജിംഗ് ടെക്നോളജിയിലെ ഏറ്റവും സേഫസ്റ്റ് ആണ് അൾട്രാസൗണ്ട് സ്കാന്. ഫീറ്റസ്, നമ്മുടെ എംബ്രിയോ, ഭ്രൂണത്തെ ഒക്കെ ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അടുത്താണ് CT സ്കാൻ എന്ന് പറയുന്നത്. എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ എക്സ്റേയിൽ നിന്ന് എന്തായാലും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേയില് നമ്മൾ ഒരു കോണിൽ നിന്നുള്ള ഡയറക്ഷൻ മാത്രമേ കിട്ടുള്ളൂ, ആ ഒരു പിക്ചർ മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആംഗിൾ, പല പൊസിഷനുകളിൽ നമുക്ക് 160 ഡിഗ്രി കോണിലുള്ള വ്യത്യസ്ത ആംഗിളുകളിൽ നിന്നുള്ള പിക്ചർ നമുക്ക് കിട്ടും. CT സ്കാന് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് അടുത്തത് പറഞ്ഞ MRI ആണ്. MRI വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ നമുക്ക് അത് ട്യൂബിൽ കൂടെ ഇങ്ങനെ കയറുന്ന പോലെ തോന്നും, നല്ല സൗണ്ട് കേൾക്കും, എക്സ്പെൻസീവ് ആണ്. അതൊക്കെ നമ്മൾ കുറച്ചധികം സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അത്രയാണ്. ഇത് 4 ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ തന്നെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഏറ്റവും സേഫസ്റ്റ് ഏതാണ്? അൾട്രാസൗണ്ട്. ഫീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യാൻ അൾട്രാസൗണ്ട്. ബോൺസിന്റെ കാര്യത്തില് എക്സ്റേ. റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ എക്സ്റേ. പിന്നെ CT കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനിന് ചോദിക്കാം, MRIയുടെ ചോദിക്കാം, എക്സ്പാൻഡഡ് ഫോം ഒക്കെ ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജിക്കൽ വർക്കിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 ഡിഫറെന്റ് ഏരിയാസ്. 3 ഏരിയ ആയിട്ട് നമുക്ക് റേഡിയോളജിക്കൽ വർക്കിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റത്തെയാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. പേരിൽ നിന്ന് തന്നെ അറിയാലോ, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, രോഗം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട്, എന്താണ് രോഗം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. അടുത്തതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ അവിടെ ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതിന്റെ ഒപ്പം ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കും. ഓക്കെ, ട്രീറ്റ്മെന്റ് കൂടി അതിന്റെ ഒപ്പം കൊടുക്കും. പിന്നെ അടുത്തതാണ് റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ക്യാൻസർ. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം. നിങ്ങൾക്കറിയാലോ, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലൊക്കെ ലേസർ നമുക്ക് റേഡിയേഷൻ ഉപയോഗിച്ച് ക്യാൻസർ ഉണ്ടാകുന്ന കോശങ്ങളെ നശിപ്പിച്ചു കളയും. അപ്പൊ റേഡിയേഷൻ ഓങ്കോളജി ഉണ്ട്, അങ്ങനെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നത്. 3 തരത്തില് നമുക്ക് റേഡിയോളജിക്കൽ വർക്കിനെ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. 3 കിട്ടിയില്ലേ? അതിനകത്ത് ഫസ്റ്റത്തെ നോക്കാം, ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. Diagnostic radiology. Radiologist employs imaging technique like ഏതൊക്കെ imaging technique ആണ് അവിടെ ഉപയോഗിക്കുന്നത്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT scan and MRI scan to identify disorders throughout the body. നമ്മുടെ ബോഡിയിലെ ഉൾപ്പെടെയുള്ള ഡിസീസുകൾ എന്തൊക്കെയാണെന്ന് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ തുടങ്ങിയ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് റേഡിയോളജിസ്റ്റ് എന്ത് ചെയ്യുന്നു? അത് മനസ്സിലാക്കുന്നു. റേഡിയോളജിസ്റ്റ് employ imaging technique like X-ray, ultrasound, CT scan and MRI scan to identify disorders throughout the body. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. അവിടെ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള രോഗം എന്താണ്, ഡിസീസ് എന്താണെന്ന്, അല്ലെങ്കിൽ ഡിസോർഡർ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. ഒന്നാമത്തെ സെക്ഷൻ. ഇനി അടുത്തതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇവിടെ നമ്മൾ പറഞ്ഞു ഡിസീസ് എന്താണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിനുള്ള ഒരു ട്രീറ്റ്മെന്റും കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. ഡിസീസ് ഡയഗ്നോസ് ചെയ്യുക മാത്രമല്ല ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കുന്നുണ്ട്. നോക്കിയേ,
Radiology that focus on the usually minimally invasive interventional technique. എന്നുവെച്ചാൽ കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള ആക്രമണാത്മക സ്വഭാവം കുറഞ്ഞ എന്നുവെച്ചാൽ അധികം ദൂഷ്യമൊന്നും ഇല്ലല്ലോ അത്. Radiology that focus on using minimally invasive interventional technique. എന്നുവെച്ചാൽ എന്താ? നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്. സർജറി ഒന്നും ചെയ്യണ്ടല്ലോ. നമ്മുടെ ബോഡിയിലുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെന്റ് അല്ല, നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്. അതായത് നമ്മൾ ഇമേജിംഗ് ടെക്നോളജി തന്നെ ഉപയോഗിച്ചുകൊണ്ട് സർജറി ഒന്നും ചെയ്യുന്നില്ല. ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യന്റ്. അതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള ആ റേഡിയോളജി ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു ആൻഡ് ട്രീറ്റ് പേഷ്യന്റ്. എന്നിട്ട് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് നടത്തുന്നു, അവരെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ട രോഗം എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിനോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റും കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ ആ പേര് കേൾക്കുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ രോഗം നിർണയം മാത്രമല്ല, അതേ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതിനുള്ള ട്രീറ്റ്മെന്റും കൂടി കൊടുക്കുന്നു. ഓക്കെ, അതിനകത്ത് നമുക്ക് വരുന്നതാണ് ദീസ് ഇൻക്ലൂഡ്സ്. അപ്പൊ ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നതാണ് ഇമേജിംഗ് and treatment of blood vessels, that is angiography. അതങ്ങനെ ചോദിക്കാം കേട്ടോ. ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽ, എന്താണ് ആൻജിയോഗ്രഫി. കേട്ടിട്ടുണ്ടോ ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞത്? ആൻജിയോഗ്രഫി കേട്ടിട്ടുണ്ടോ? എന്താ ചിലപ്പോ ചിലര് കേൾക്കുന്ന ആൻജിയോഗ്രാം എന്ന് പറയും. അത് രണ്ടും സെയിം ആണ്, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൻജിയോഗ്രഫിയും ആൻജിയോഗ്രാമും സെയിം ആണ്. ചില ഹോസ്പിറ്റലുകളിൽ കൊറോണറി ആൻജിയോഗ്രഫി എന്ന് പറയും, ചില ഹോസ്പിറ്റലുകളിൽ കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയും. രണ്ടും എന്താണ്? സെയിം ആണ്. രണ്ടും എന്താ? ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ്. സ്ട്രോക്ക് വരുമ്പോൾ, ശരിയാണ്, ശ്രുതിയുടെ അന്വേഷിച്ചിട്ട് സ്ട്രോക്ക് വരുമ്പോൾ എന്താ? നമുക്ക് ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ് ഈ ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. എന്താണ് എന്താണ് കാരണം, അല്ലെങ്കിൽ ഏതൊക്കെ ബ്ലഡ് വെസൽസിലാണ് നമുക്ക് അവിടെ സ്ട്രോക്ക്, നമുക്ക് ബ്ലോക്ക് ഉള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ് ഏതെന്ന് പറയുന്നത്? ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. ഒന്ന് എഴുതി വെച്ച അവിടെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ, അത്രയും മാത്രം ഒന്ന് എഴുതി വെക്കുക കേട്ടോ. എന്താണ് നമുക്ക് ബ്ലോക്ക് ആണോ, ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ, ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുക. അത് ഏതൊക്കെ ബ്ലഡ് വെസൽസിലാണ് ബ്ലോക്ക് ഉള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ് ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. ഇനി കൺഫ്യൂസ്ഡ് ആവണ്ട കേട്ടോ. ചില ഹോസ്പിറ്റലുകളിൽ കൊറോണറി ആൻജിയോഗ്രഫി എന്ന് പറയും, ചില ഹോസ്പിറ്റലുകളിൽ കൊറോണറി ആൻജിയോഗ്രാം എന്നും പറയും. രണ്ടും സെയിം ആണ്, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ്. ഓക്കെ, സ്ട്രോക്ക് ഉണ്ടോ, അവിടെ നമുക്ക് എന്തെങ്കിലും ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടോ, സ്ട്രോക്ക് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏതൊക്കെ ബ്ലഡ് വെസൽസിലാണ് അവിടെ ബ്ലോക്ക് ഉള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ. നോക്കി, അപ്പൊ അതിനകത്ത് ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽ ആൻജിയോഗ്രഫി. ഇനി രണ്ടാമത്തെയാണ് ഈ ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ ഉൾപ്പെടുന്ന രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബയോപ്സി പ്രൊസീജിയർ. ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബയോപ്സി എന്ന്. എന്താ ബയോപ്സി? ഇപ്പൊ ക്യാൻസർ ഒക്കെയാണ്, ക്യാൻസർ ഒക്കെ വരുമ്പോൾ അവര് പറയും എന്തെങ്കിലും ഡോക്ടറിന് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ബയോപ്സിക്ക് അയച്ചേക്കാന്ന് പറയും. ബയോപ്സിക്ക് അപ്പൊ ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പോഴാണ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ക്യാൻസർ ആണോ അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ. അതായത് നമ്മുടെ ബോഡിയിലുള്ള ടിഷ്യൂ ലിവിങ് സെല്ല്, നമ്മുടെ ബോഡിയിലുള്ള ഒരു ചെറിയൊരു ഭാഗം, ഒരു ചെറിയ ടിഷ്യൂ എടുത്ത് നമ്മൾ എക്സാമിൻ ചെയ്യാൻ കൊടുക്കുന്നതിനാണ് ബയോപ്സി പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ, നമ്മുടെ ബോഡിയിലെ അതായത് ലിവിങ് പേഴ്സൺ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു ചെറിയൊരു ടിഷ്യൂ എടുത്തിട്ട് അത് എക്സാമിൻ ചെയ്യാൻ കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ, അതാണ് ബയോപ്സി എന്ന് പറയുന്നത്. ഓക്കെ, ബയോപ്സി. ഇനി അടുത്തതാണ് കാർഡിയാക് കാത്തറൈസേഷൻ. കാർഡിയാക് കാത്തറൈസേഷൻ ഇതും എന്താ, നമ്മളെ കാത്ത് ലാബ്,
ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് കാർഡിയാക് കാത്തറൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെഡിക്കൽ പ്രൊസീജിയർ ഡൺ ബൈ കാർഡിയോളജിസ്റ്റ്. കാർഡിയോളജിസ്റ്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. എന്തിനാ? നമ്മുടെ ഹൃദയത്തിന്റെ ഫങ്ഷൻസ് എങ്ങനെയാണ്, ആൻഡ് കാർഡിയോവാസ്കുലർ കണ്ടീഷൻസ്, നമുക്ക് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ കാത്ത് ലാബില് ചെയ്യുന്ന കാർഡിയോളജിസ്റ്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് കാർഡിയാക് കാത്തറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാർഡിയാക് കാത്തറൈസേഷൻ. അതില് ഉപയോഗിക്കുന്ന കത്തീറ്റർ. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ അത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. ഇപ്പൊ നമ്മൾ ബ്ലോക്ക് ഒക്കെ ഉണ്ടോന്ന് കണ്ടുപിടിക്കൂലേ, അതിനു വേണ്ടി ചെയ്യുന്ന, അതായത് ഒരു ചെറിയ ട്യൂബ്, അതിന്റെ ടിപ്പിൽ ഒരു നീഡില് പോലെ ഉണ്ടാവും. അതാണ് നമ്മുടെ വെയിൻസിലേക്ക് ഇങ്ങനെ കടത്തി വിടുന്നത്. അത് പോയി കത്തീറ്റർ പോയിട്ട് ബ്ലോക്ക് എവിടെയാണുള്ള ഭാഗം കണ്ടുപിടിച്ചിട്ട് അവിടെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ബ്ലോക്ക് മാറ്റുന്ന സർജറി നമ്മൾ അവിടെ ചെയ്യുന്നത്. ഓക്കെ, ാണ് കാർഡിയാക് കാത്തറൈസേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നമ്മൾ പേര് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അതിനകത്ത് ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അത് 4 എണ്ണം പഠിച്ചു വെക്കണം. ഓക്കെ, ആൻജിയോഗ്രഫി വരാം, ബയോപ്സി പ്രൊസീജിയർ വരാം, അടുത്തതാണ് കാർഡിയാക് കാത്തറൈസേഷൻ. ഇസ് എ മെഡിക്കൽ പ്രൊസീജിയർ ഡൺ ബൈ കാർഡിയോളജിസ്റ്റ് ടു ഇവാലുവേറ്റ് ഹാർട്ട് ഫങ്ഷൻ. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കാർഡിയോളജിസ്റ്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് കാർഡിയാക് കാത്തറൈസേഷൻ. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കത്തീറ്റർ. കത്തീറ്റർ ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വരാൻ കാര്യം. ഇനി അടുത്തതാണ് ആൻജിയോപ്ലാസ്റ്റി. ഇതും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ആൻജിയോപ്ലാസ്റ്റി എന്താ ബ്രാക്കറ്റിൽ ഇവിടെ നോക്കിയേ, ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ. ഓക്കെ, ഇവിടെ ആൻസർ വന്നു. ശ്രുതി നോക്കിയില്ല, എ ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ. നമുക്ക് ഏത് ബ്ലഡ് വെസലാണ് നമ്മൾ ആൻജിയോഗ്രഫി ചെയ്ത് അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് നമ്മൾ ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കും അല്ലെ. ഏതൊക്കെ ബ്ലഡ് വെസലിലാണ് ബ്ലോക്ക് എന്നുള്ളത് കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. അതായത് ബ്ലോക്ക് മാറ്റുന്ന ഒരു സർജറി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി. മറ്റേത് നമ്മൾ ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അങ്ങനെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇറ്റ്സ് എ ട്രീറ്റ്മെന്റ്, ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, ആൻജിയോപ്ലാസ്റ്റി, ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ. അതായത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സർജറി ചെയ്യാതെ, ഓപ്പറേഷൻ ചെയ്യാതെ നമുക്ക് ബ്ലോക്ക് മാറ്റുന്ന ഒരു രീതിയാണ്. ഓപ്പറേഷൻ ചെയ്യാതെ ബ്ലോക്ക് മാറ്റുന്ന ഒരു രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, കത്തീറ്റർ നമ്മുടെ ആ വെയിനിൽ കൂടെ ഇങ്ങനെ കടത്തിവിടും. കടത്തി വിട്ടിട്ട് ബ്ലോക്ക് ഉള്ള ഭാഗം ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ ഒരു സ്റ്റെൻഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. STENT. നോക്കിയേ, സ്റ്റെൻഡ് എന്നാണ് പറയുന്നത്. STENT. സ്റ്റെൻഡിന്റെ സഹായത്തോടു കൂടി ബ്ലോക്ക് മാറ്റുന്ന ഒരു രീതിയാണ് ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയാം ബ്ലോക്ക് ഉള്ള സാധനം എവിടെയാണ്, അപ്പൊ ഏത് കുഴൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങി പോകാം അല്ലെ. ആ കുഴല്, രക്തക്കുഴല് ചുരുങ്ങി പോകാം അല്ലെ, ചുരുങ്ങിയിരിക്കുന്ന. അപ്പൊ ബ്ലോക്ക് ഉള്ള ഭാഗം അവിടെ കണ്ടുപിടിച്ചിട്ട് അവിടെ എന്താ, ഒരു ബലൂൺ വെച്ച് വികസിപ്പിക്കും. അതാണ് ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ എന്ന് പറയുന്നത്. ആ ബ്ലഡ് വെസലില് ഒരു ബലൂൺ വെച്ച് അവിടെ ഇങ്ങനെ വികസിപ്പിച്ചിട്ട് അവിടെ ആ സ്റ്റെൻഡ് വെക്കും. STENT. സ്റ്റെൻഡ് എന്ന് പറഞ്ഞ ഒരു മെറ്റല്, സ്പ്രിങ് പോലെ ഇരിക്കുന്ന വളരെ നേർത്തതും വളരെ സേഫ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മെറ്റല്. അതുകൊണ്ട് ഉപയോഗിക്കുന്ന ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ, സ്പ്രിങ് ഇല്ലേ, സ്പ്രിങ് ഒക്കെ പോലെ ഇരിക്കുന്നത് ഒരു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ് സ്റ്റെൻഡ്. അത് അവിടെ ആ എവിടെയാണോ ആ ബ്ലഡ് വെസൽ ചുരുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ബ്ലോക്ക് ഉള്ളത് ആ ഭാഗത്ത് ചെന്നിട്ട് ബലൂൺ വെച്ച് അവിടെ വികസിപ്പിച്ചിട്ട് അവിടെ ആ സ്റ്റെൻഡ് വെക്കും. ഓക്കെ, ആ സ്റ്റെൻഡ് അവിടെ വെക്കുമ്പോ പിന്നെ അത് ഇങ്ങനെ ചുരുങ്ങൂലല്ലോ. നമ്മളിപ്പോ ഹോസ് നോക്കിയ ഹോസില് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവിടെ സ്പ്രിങ് എന്തെങ്കിലും കയറ്റി വെച്ചാൽ അത് പിന്നെ നമ്മൾ പിന്നെ ചുരുങ്ങി പോകില്ലല്ലോ.
അപ്പൊ അത് വീണ്ടും ആ കുടൽ ചുരുങ്ങാതിരിക്കാൻ വേണ്ടി അവിടെ സ്പ്രിങ് പോലത്തെ ഉള്ള ഒരു സംഭവം ആ രക്തക്കുഴലിലേക്ക് വെക്കും. എവിടെയാണ് ബ്ലോക്ക് ഉള്ളത് എന്നുള്ള നോക്കി അവിടെ ബലൂൺ വെച്ച് വികസിപ്പിച്ചിട്ട് അവിടെ സ്റ്റെന്റ് വെക്കും. അപ്പൊ ഇങ്ങനെ ബ്ലോക്ക് ഈ സ്റ്റെന്റിന്റെ സഹായത്തോടു കൂടി പൂർണ്ണമായിട്ട് മാറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി അത് മനസ്സിലാക്കുന്നുണ്ടോ? ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ. ഡയഗ്നോസ് ചെയ്യാൻ ബ്ലോക്ക് ഉണ്ടാവും, ഏതൊക്കെ ബ്ലഡ് വെസൽസിലാണ് ബ്ലോക്ക് ഉള്ളത്, എത്ര സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ് ആൻജിയോഗ്രഫി. എന്നാൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെന്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ ബ്ലോക്ക് മാറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആൻജിയോപ്ലാസ്റ്റി. ഇതെല്ലാം ഏതിൽ വരുന്നതാ? ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്ന. എനിക്കായിരുന്നു ആൻജിയോഗ്രഫി, ബയോപ്സി പ്രൊസീജിയർ, കാർഡിയാക് കാത്തറൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി. ക്ലിയർ ആയില്ലേ? നാലെണ്ണോ? ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് കേട്ട് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം. പിന്നെ അതിനകത്ത് ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽ ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? ആൻജിയോഗ്രഫി എന്ന് എഴുതാം നമുക്ക് ആൻസർ. പിന്നെ ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ അതേതാ? ആൻജിയോപ്ലാസ്റ്റി. അത് രണ്ടും നോട്ട് ചെയ്തതാണ് കേട്ടോ. ആൻജിയോഗ്രഫിയിലുള്ളതും ആൻജിയോപ്ലാസ്റ്റിയും അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. പിന്നെ 4 ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ ഇൻക്ലൂഡ് ചെയ്ത 4 ടെക്നിക്കുകൾ, അതും 4 നോക്കി വെക്കും. ഇനി അടുത്തതാണ് റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ക്യാൻസർ. അറിയില്ലാത്തവരൊന്ന് നോട്ട് ചെയ്തോട്ടോ. സ്റ്റഡി ഓഫ് ക്യാൻസർ ഓങ്കോളജി. റേഡിയേഷൻ ഓങ്കോളജി, സ്റ്റഡി ഓഫ് ക്യാൻസർ. Radiation oncology is used for performing radiation-based therapy on cancer patients. Cancer patients radiations അതായത് ഹൈ മെഗാവോൾട്ടിലുള്ള റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുക ചെയ്യുന്നത്. അതാണ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓൺ ക്യാൻസർ പേഷ്യന്റ്. ഏതാണ്? റേഡിയേഷൻ ഓങ്കോളജി ഈസ് യൂസ്ഡ് ഫോർ performing radiation-based therapy on cancer patient. High energy radiation utilized in the treatment. അപ്പൊ അവിടെ എങ്ങനെയാ? ഹൈ റേഡിയേഷൻസ് ആണ് അവിടെ അടുപ്പിക്കുന്നത്. ആ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് ഹൈ റേഡിയേഷൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് എന്താ? ഡിസ്ട്രോയ് ദ ക്യാൻസർ സെൽസ്. ക്യാൻസർ ഉണ്ടാക്കുന്ന ആ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ എന്താ? നശിപ്പിക്കുക. destroys the cancer cell. ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുകയാണ്. അവിടെ ആ സെൽസിന് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ കരിച്ചു കളയുക ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രിവെന്റ് them from proliferating. proliferating എന്ന് വെച്ചാൽ വ്യാപിക്കുക, വ്യാപനം. അതിന്റെ വ്യാപനം ഒന്നില്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിച്ചു കളയുന്നു, അല്ലെങ്കിൽ അത് തൊട്ടടുത്തുള്ള കോശങ്ങളിലേക്ക് അതിന്റെ വ്യാപനം തടയുന്നു. prevent them from proliferating. അതിന്റെ ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിച്ചു കളയുന്നു, അല്ലെങ്കിൽ അത് അടുത്ത കോശങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നത്, അതിന്റെ വ്യാപനത്തെ തടയുന്നു. Thus, this process can either regulate the problem or can cure it entirely. അപ്പൊ ഈ റേഡിയേഷൻ ഓങ്കോളജി അതെന്താണ്? അത് നമ്മൾ ആ ഒരു പ്രശ്നം, ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു പ്രശ്നത്തെ റെഗുലേറ്റ് ചെയ്യുന്നു, നിയന്ത്രിച്ചു നിർത്തുന്നു. അല്ലെങ്കിലോ ക്യാൻ ക്യൂർ ഇറ്റ് എൻറ്റയർലി. മൊത്തത്തില് അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ക്യാൻസറിനെ ഭേദപ്പെടുത്തുന്നു. നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമ്മൾ അറിയുവാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ക്യാൻസർ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആവുമ്പോഴാണ് നമുക്കൊന്നും പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അത് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ അറിയുവാണെങ്കിൽ തന്നെ വേഗം തന്നെ നമുക്ക് ക്യാൻസറിനെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ഓക്കെ, ആണ് റേഡിയേഷൻ ഓങ്കോളജി. അപ്പൊ അതിനകത്ത് ചോദിക്കാം, ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓൺ ക്യാൻസർ പേഷ്യന്റ്. എന്താ? റേഡിയേഷൻ ഓങ്കോളജി. അവിടെ ഹൈ എനർജിയിലുള്ള റേഡിയേഷൻസ് ആണ് ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത കോശങ്ങളിലേക്ക്
അപ്പോ ടെക്സ്റ്റ് കിട്ടിയുള്ളൂ. മൊഡ്യൂൾ ഒന്ന് പറയാമോ? മൊഡ്യൂള് ഇതിപ്പോ നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിലാണ്, സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ്. ബ്ലഡ് ബാങ്ക് കഴിഞ്ഞു, നമ്മള് CSSD കഴിഞ്ഞു. നെക്സ്റ്റ് അല്ലേ റേഡിയോളജി, പേജ് നമ്പർ 40. സെക്കൻഡ് മൊഡ്യൂളിലാണ് ഇനി എല്ലാ ചാപ്റ്ററും നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളില് ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി 2 ചാപ്റ്റർ മാത്രമേ എടുത്തുള്ളൂ. ബാക്കി എല്ലാ ചാപ്റ്ററുകളും സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കിങ്ങനെ ഈ ഒരു ഇത് ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങൾ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് അടുത്ത കോശങ്ങളിലേക്ക് അതിന്റെ വ്യാപനത്തെ തടയുന്നു. അതുകൊണ്ട് ഇതിപ്പോ ഈ ഒരു തെറാപ്പി ഇതുകൊണ്ട് നമുക്ക് ക്യാൻസർ എന്നുള്ള ആ ഒരു പ്രശ്നത്തെ നിയന്ത്രിച്ചു നിർത്തുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്നു. ഓക്കെ, അപ്പൊ അത്രയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ഇത് 3 എണ്ണം ഒന്ന് നോക്കി വെക്കാം. റേഡിയോളജിക്കൽ വർക്കിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഇനി അടുത്ത ലൊക്കേഷൻ ആണ് റേഡിയോളജി ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഐഡിയലി എന്ന് വെച്ചാൽ താരതമ്യേന ഏറ്റവും അനുയോജ്യം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ എവിടെയാണ്? ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സീരീസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഐഡിയലി ഓൺ ദ ഡാഷ് ഫ്ലോർ. ഇത് ഫ്ലോറിലാണ് ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഓപ്ഷൻ ഉണ്ടാവും, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻസ് കിടക്കും. നമ്മുടെ നോക്കുക, ആൻസറിലേക്ക് നോക്കുക. ഗ്രൗണ്ട് ഫ്ലോർ ആണ് കറക്റ്റ്. ഗ്രൗണ്ട് ഫ്ലോറിന് ഏറ്റവും അഭികാമ്യം അതാണ് കേട്ടോ. ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ, ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കുന്നതാണ്. ഇനി the ground floor is the optimal location for sophisticated എന്ന് പറഞ്ഞ സങ്കീർണമായ sophisticated equipment like CT and MRI scanners. CT, MRI scanners പോലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനൊക്കെ എന്ന് പറയുന്നത് നല്ല ഹെവി ആയിട്ടുള്ളതല്ലേ, നല്ല വെയിറ്റ് ഉള്ള മെഷീൻസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള എക്യുപ്മെന്റ്സ്. ഇത് വെക്കാനായിട്ട് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. ബേസ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇതെല്ലാം അത്രയും ഹെവി ആയിട്ടുള്ള മെഷീൻസ് ആണ്. അപ്പൊ ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കുന്നതാണ്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. രണ്ടാമത്തെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, സെക്കൻഡ് പോയിന്റ്. The ground floor is the optimal location for sophisticated equipment like CT and MRI scanners. ഇനി അടുത്ത നോക്കേ, the department is not only cares for walking patients. Walking patients നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന പേഷ്യൻസിന് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധ കൊടുക്കുന്നത്, ബട്ട് ഓൾസോ എമർജൻസി പേഷ്യൻസ്. എമർജൻസി പേഷ്യൻസിന് who may be unable to walk or who require rapid scanning to make a diagnosis. അപ്പൊ നമുക്ക് നടക്കാൻ പറ്റാത്തത്, unable to walk, നടക്കാൻ കഴിയാത്തത്, പെട്ടെന്ന് സ്കാനിങ് ആവശ്യമായിട്ടുള്ള എമർജൻസി പേഷ്യൻസിനും കൂടി ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് കൊടുക്കുന്നു? കെയർ കൊടുക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് പരിപാലിക്കുന്നുണ്ട്. വോക്കിംഗ് പേഷ്യൻസിന് മാത്രമല്ല, നടക്കാൻ പറ്റാത്ത, നമുക്ക് പെട്ടെന്ന് സ്കാനിങ് ആവശ്യമുള്ള, ഡയഗ്നോസിന്റെ ഭാഗമായിട്ട് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പെട്ടെന്ന് സ്കാനിങ് ആവശ്യമുള്ള, നടക്കാൻ പറ്റാത്ത പേഷ്യൻസിനും ഒക്കെ ഈ ഡിപ്പാർട്ട്മെന്റ് ഒരു കെയർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഫോർത്ത് പോയിന്റ് എന്താ? ഷുഡ് ബി ഈസി റീച്ചബിൾ ടു OPD. OPD എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ OPD പേഷ്യൻസിന്, ഇൻ പേഷ്യൻസിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് OPD എന്ന് പറഞ്ഞത്. ഔട്ട് പേഷ്യൻസിന്, ഇൻ പേഷ്യൻസിന് എമർജൻസി. ഇപ്പൊ എമർജൻസി ആയിട്ട് വന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണല്ലോ. അപ്പൊ അവർക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് സ്കാനിങ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പെട്ടെന്നൊക്കെ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയായിരിക്കണം. അല്ലാതെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇവിടെ റേഡിയോളജി കുറെ ദൂരമൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എമർജൻസി ആയിട്ട് സ്കാനിങ് ഒക്കെ പറയുമ്പോൾ പെട്ടെന്ന് എത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട്
അപ്പൊ ഈ എല്ലാ ഇത് OPD പേഷ്യന്റ്, ഇൻപേഷ്യന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഈ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അവിടെ നിന്നൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും. അടുത്തത്, ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ബിറ്റ്വീൻ അതർ ഡിപ്പാർട്ട്മെന്റ്സ്. കണ്ടോ, ഇത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കരുത്. ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ബിറ്റ്വീൻ അതർ ഡിപ്പാർട്ട്മെന്റ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കരുതെന്ന്, ഇടയിലായിട്ട് വെക്കരുത്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇറ്റ് ഷുഡ് ഹാവ് സം റൂം ഫോർ എക്സ്പാൻഷൻ അറ്റ് എ ലേറ്റർ ഡേറ്റ്. അതായത് പിന്നീട് നമുക്ക് അത് റേഡിയോളജിയിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ സം റൂം, റൂമുകൾ എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യണം, ഇച്ചിരി കൂടി കൂട്ടിയെടുക്കണം, മിഷൻസുകൾ അല്ലെങ്കിൽ എക്സ്ട്രാ കുറച്ചും കൂടി കൊണ്ടുവരണം, കുറച്ചൊന്ന് വികസിപ്പിക്കണം, എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സ്ഥലവും കൂടി വേണം. അപ്പൊ അതുകൊണ്ട് വേറെ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉള്ളിലൊന്നും കൊണ്ടുപോയി വെക്കരുത്, ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് നിർത്തുക. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി നമ്മൾ അവിടെ കാണണം. ഇറ്റ് ഷുഡ് ഹാവ് സം റൂം ഫോർ എക്സ്പാൻഷൻ അറ്റ് ലേറ്റർ ഡേറ്റ്. പിന്നീടുള്ള സമയങ്ങളിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് റൂം എന്തെങ്കിലും എടുക്കണമെങ്കിൽ അതിനുള്ള ഒരു സൗകര്യവും കൂടി വേണം. അങ്ങനെ അത് വിപുലീകരിക്കാനുള്ള ഒരു ഇടം അവിടെ വേണം. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡബിലിറ്റി ആൻഡ് അപ്ഗ്രേഡബിലിറ്റി റിക്വയർ ടു ബി taken into account by sitting the department. ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഫ്ലെക്സിബിൾ ആയിരിക്കണം, എപ്പോഴും വഴക്കമുള്ളതായിരിക്കണം. എക്സ്പാൻഡബിലിറ്റി, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പിന്നീട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എല്ലാം കറക്റ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന അപ്ഗ്രേഡബിലിറ്റി, ഇതെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, required to be taken into account by sitting the department. ആ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡബിലിറ്റി, അപ്ഗ്രേഡബിലിറ്റി എന്നിവ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ലൊക്കേഷൻ. അപ്പൊ ഇതിനകത്ത് ചോദിക്കാവുന്ന ഫസ്റ്റ് നമ്മൾ എവിടെയാണെന്ന് ചോദിക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലാണെന്ന് പറയും. പിന്നെ നമുക്ക് ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് പറഞ്ഞാൽ ഈ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, ഈ ലൊക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ 7 പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. 7 പോയിന്റ്സ് ഉണ്ട്. നിങ്ങളൊന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു. ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്, CT, MRI സ്കാനേഴ്സ് പോലുള്ള സങ്കീർണമായിട്ടുള്ള വളരെ ഹെവി മെഷീനാണ്, ഇതൊക്കെ വെക്കാൻ ഏറ്റവും അഭികാമ്യം എന്ന് പറഞ്ഞു. പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് വോക്കിൻ പേഷ്യൻസിന് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റാത്തുള്ള പേഷ്യൻസിനും പെട്ടെന്ന് സ്കാനിങ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനും ഒക്കെ ഇത് പരിചരണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. OPD പേഷ്യന്റ്, ഇൻപേഷ്യന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നിവയിൽ നിന്നൊക്കെ ഏറ്റവും അടുത്തായിരിക്കും, അവിടെ നിന്ന് ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കരുത്. പിന്നീട് ഇനി അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്യണം. പിന്നെ അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡബിലിറ്റി, അപ്ഗ്രേഡബിലിറ്റി എന്നിവയൊക്കെ കണക്കിലെടുക്കേണ്ടത് ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി അടുത്ത് നോക്കാം, ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് ഫെസിലിറ്റീസ്. ഇനി എന്തൊക്കെ ഫെസിലിറ്റികൾ വേണം അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്? അതിനകത്ത് ഫസ്റ്റ് വരുന്നത് റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ. നമുക്കറിയാലോ, നമ്മൾ നേരെ ചെന്നിട്ട് നേരെ സ്കാനിങ് ചെയ്യാനോ അല്ലെ എക്സ്റേ എടുക്കാൻ നേരെ അങ്ങോട്ട് കയറുവാണോ ചെയ്യുന്നേ? നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആദ്യം എന്ത് വേണം? രജിസ്റ്റർ ചെയ്യണം അല്ലെ? നമ്മുടെ പേര്, ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിന് എന്താണ് റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഏരിയ വേണം. അതാണ് ഫസ്റ്റത്തെ ഫിസിക്കൽ ഫെസിലിറ്റിയിൽ വരുന്നത്. അല്ലെങ്കിൽ എന്താണ്? റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ. ഓക്കെ, നമ്മള് പെട്ടെന്ന് ചെന്നപ്പോ തന്നെ നമ്മൾ നേരെ കയറി സ്കാനിങ് ചെയ്യല്ലേ, നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലെ? നിങ്ങൾ പോയിട്ടില്ലേ സ്കാനിങ് ഒക്കെ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. ലാബിൽ തന്നെയാണെങ്കിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ചെന്ന് രജിസ്റ്റർ ചെയ്യണം.
അല്ലെ? രജിസ്ട്രേഷൻ ഏരിയ ചെന്ന് നമ്മുടെ പേര് ഡീറ്റെയിൽ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ തരുമ്പോ അവരൊരു ടോക്കൺ തരും, നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും അല്ലെ? വെയിറ്റ് ചെയ്യാൻ പറയൂലേ? എന്നിട്ടാണ് അവർ ഓർഡർ അനുസരിച്ചാണ് ഓരോരുത്തർ സ്കാൻ ചെയ്യാനായിട്ട് കയറ്റി വിടുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് രജിസ്ട്രേഷൻ ഏരിയ വേണം. രണ്ടാമത്തെ നോക്കിയേ പേഷ്യന്റ് വെയിറ്റിംഗ് റൂം. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണ്ടേ? പേഷ്യൻസിന് ഇരിക്കാനായിട്ട് ഒരു വെയിറ്റ് ചെയ്യാനുള്ളത് വെയിറ്റിംഗ് റൂം വേണം. പിന്നെ അടുത്ത് നോക്കിയേ സെക്രട്ടറി ഓഫ് ക്ലർക്സ് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. ഈ റിപ്പോർട്ടുകൾ നമ്മൾ കളക്ട് ചെയ്യാനും അത് സെപ്പറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയ വേണം. മൂന്നാമത്തെ ആണ് കേട്ടോ, സെക്രട്ടറി ഓഫ് ക്ലർക്ക് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. Then അടുത്ത് നോക്കിയേ റേഡിയോളജിസ്റ്റ് ഓഫീസ്. ഒരു റേഡിയോളജിസ്റ്റിന് ഒരു ഓഫീസ് വേണം. ആക്ച്വലി ലൊക്കേറ്റഡ് ക്ലോസ് ബൈ ദ എക്സ്റേ റൂം. എക്സ്റേ റൂമിനോട് ചേർന്ന് ഒരു റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. അവിടെ നോക്കിയേ then should have a provision for viewing and charting ഫിലിംസ് വ്യൂ ചെയ്യിക്കാനും ചാർട്ട് ചെയ്യാനും ആയിട്ട് ഈ എക്സ്റേ റൂമിനോട് ചേർന്നിട്ട് ഒരു റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. നമുക്ക് അവിടെ ചെന്നിട്ട് പിന്നെ റേഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് നമുക്ക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരുമല്ലോ. ഇപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഷീറ്റ് ഒന്നും നമ്മുടെ കയ്യിൽ തരില്ല അല്ലെ? സ്കാനിങ് ചെയ്താലൊക്കെ നമുക്ക് ഇപ്പൊ നേരെ കയ്യിലേക്ക് തരുമോ? കയ്യിലേക്ക് തരില്ല. നേരെ അവിടെ നമ്മുടെ സിസ്റ്റത്തില് എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളെ ജസ്റ്റ് അതൊന്ന് വ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് റേഡിയോളജിസ്റ്റിന് ഇരിക്കണ്ടേ? റേഡിയോളജിസ്റ്റ് ഇരുന്ന് നമ്മളെ അത് നമ്മളെ ചാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വ്യൂ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് അത് എക്സ്റേ റൂമിനോട് ചേർന്നിട്ട് ഒരു റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. അപ്പൊ 4 കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞേ. ഫസ്റ്റ് ഏരിയ റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പേഷ്യന്റ് വെയിറ്റിംഗ് റൂം വേണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഈ സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. ഇതിനോട് എക്സ്റേ റൂമിനോട് ചേർന്നിട്ട് ഒരു റേഡിയോളജിസ്റ്റ് ഓഫീസും വേണം. ഇതാണ് ഫിസിക്കൽ ഫെസിലിറ്റി സ്പേസ് നെസസിറ്റിയിൽ വരുന്നത്. 4 കാര്യങ്ങളും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. യെസ്. ഇനി അടുത്തത് റേഡിയേഷൻ റിസ്ക് ആണ്. റേഡിയേഷൻ റിസ്ക് റേഡിയേഷൻ ചെയ്തോട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് നോക്കാം, ഒന്ന് ഷെയർ ചെയ്യാം. ഇവിടെ സ്കാനിങ് ഒക്കെ MRI ഒക്കെ ചെയ്തോളവരുണ്ടെന്ന് പറഞ്ഞു. എന്തായിരുന്നു നിങ്ങളുടെ ഒരു ഇത്? ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടായോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നോ ഷെയറിംഗ് ചെയ്യേ ഇല്ല. നോ, ആർക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലർക്കൊക്കെ ചില ഇതുണ്ടാവാം, ഒരു സൈഡ് എഫക്ട്സ് പോലെ ഉണ്ടാകാം. എന്തൊക്കെയാണ് നമുക്ക് ആർക്കും വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയ റേഡിയേഷൻ റിസ്കുകൾ നമുക്ക് 2 ആയിട്ട് നമുക്ക് തിരിക്കാം. സിവിയർ എഫക്ട്സ് ഉണ്ട്, ക്രോണിക് എഫക്റ്റും ഉണ്ട്. സിവിയർ എഫക്റ്റും ഉണ്ട്, ക്രോണിക് എഫക്റ്റ് ഉണ്ട്. സിവിയർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹെവി ഡോസിങ് ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. അതായത് നമ്മൾ ഈ ഹെവി ഡോസ് ഭയങ്കര ഡോസാണ്, അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ ഡോസ് തരികയാണ്. അതിനെയാണ് സിവിയർ എഫക്ട്സ്. റേഡിയേഷൻ റിസ്കിലെ സിവിയർ എഫക്ട്സ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാ? ഹെവി ഡോസിൽ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. അതായത് കുറഞ്ഞ സമയം അത് ചെയ്യുള്ളൂ റേഡിയേഷൻ, പക്ഷെ അത് ഹെവി ഡോസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതിന്റെ ഇതുണ്ടാവുക നോക്കാം. സെറിബ്രം, നമ്മുടെ സെറിബ്രമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ഉണ്ടാവുന്നത്? കൺവൾഷൻസ് എന്ന് പറഞ്ഞാൽ വിറയലുണ്ടാവും, ഷിവറിങ് വരും. സെറിബ്രൽ എഫക്റ്റ്, ഗ്യാസ്ട്രിക് എഫക്റ്റ്, ബ്ലഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ 3 തരത്തിലാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് സമയത്ത് നമ്മള് വലിയ ഡോസ് ഈ റേഡിയേഷൻ ചെയ്യുന്നത് മൂലം നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് സെറിബ്രമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം? കൺവൾഷൻസ്, വിറയല്, ഷിവറിങ്, വിറയല്. ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, നമ്മുടെ കാഴ്ച മങ്ങുന്നത് പോലെ തോന്നാം, കാഴ്ച മറയുന്ന പോലെ തോന്നാം. പെട്ടെന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലിയറല്ല, ഒരു കാഴ്ച മങ്ങുന്നത് പോലെ നമുക്ക് തോന്നാം. ദെൻ അടുത്തതാണ് ഹെഡ് ഏക്ക്, തലവേദന ഉണ്ടാകാം.
ഇതെല്ലാം സെറിബ്രൽ എഫക്ട്സിൽ വരുന്നതാണ്. ഏതൊക്കെയാ? കൺവൾഷൻസ്, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, ഹെഡേക്ക്. ക്ലിയർ ആയോ? മൂന്നെണ്ണം. സെറിബ്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകൾ, റേഡിയേഷൻ എഫക്ട് എന്താന്ന് ചോദിക്കാം. അത് മൂന്നും തിരിച്ച് തന്നെ പഠിക്കണം കേട്ടോ. സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട് കൺവൾഷൻസ്, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷന്, ഹെഡേക്ക്. വിറയിൽ വരാം, കാഴ്ച നമുക്ക് മറയുന്നത് പോലെ തോന്നാം, തലവേദന വരും. അടുത്ത് നോക്കിയേ, ഗ്യാസ്ട്രിക് വയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വരാം? നോസിയ എന്ന് പറഞ്ഞാൽ എന്താ? നോസിയ ഓക്കാനം. അറിയില്ലാത്തവര് എഴുതി വെച്ചോ കേട്ടോ. നോസിയ ഓക്കാനം, ഓക്കാനം. വോമിറ്റിംഗ് അറിയാലോ. വോമിറ്റ് ചെയ്യാൻ വന്നാലോ നമുക്ക് ഛർദിക്കാനൊക്കെ വരുന്ന പോലെ തോന്നും. വോമിറ്റിംഗ്. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ, അതായത് വയറിന്റെ ഒരു പ്രത്യേക ഭാഗത്ത്, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന വേദന. ഇതാണ് അബ്ഡോമൻ എന്ന് പറഞ്ഞിട്ട് വയറിന്റെ ഏരിയ മൊത്തമായിട്ട് വയറുവേദനയൊക്കെ അല്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് അങ്ങനെ ഒരു വേദന പോലെ വരാം. വൺ ഏരിയ ഓഫ് ദ അബ്ഡോമൻ ഈസ് ഏജിങ്. നമുക്ക് അബ്ഡോമന്റെ ഏതെങ്കിലും ഭാഗത്തായിട്ട് നമുക്ക് ഒരു എന്താ പറയാ വേദന അനുഭവപ്പെടാം. ഇനി ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അനീമിയ. എന്താ അനീമിയ എന്ന് പറഞ്ഞാ? നമ്മൾ പഠിച്ചല്ലേ, ബ്ലഡ് ബാങ്കിൽ പഠിച്ചല്ലോ, വിളർച്ച അല്ലെ? അനീമിയ, വിളർച്ച. ബ്ലഡ് doesn't have enough healthy RBC, ആവശ്യത്തിന് RBC ഇല്ലാത്തൊരവസ്ഥ, അതാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. മാരോ ഡിപ്രഷൻ, മജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ, അസ്ഥിമജ്ജയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ. രണ്ടും ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ്. ഓക്കെ, അനീമിയ, മാരോ ഡിപ്രഷൻ. ഓക്കെ, സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ വരാം? കൺവൾഷൻസ്, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, ഹെഡേക്ക്. ഓക്കെ, നമുക്ക് വിറയിൽ വരാം, കാഴ്ച മറയുന്നത് പോലെ തോന്നാം, തലവേദന വരാം. ഗ്യാസ്ട്രിക്, വയറുമായിട്ട് ബന്ധപ്പെട്ട് നോസിയ, നമുക്ക് ഓക്കാനം വരാം, വോമിറ്റിംഗ്, ഛർദിക്കാൻ വരാം, നമ്മുടെ വയറിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടാം. ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ? വിളർച്ച, ബ്ലഡില് ആവശ്യത്തിന് RBC ഇല്ലാത്തൊരവസ്ഥ. blood doesn't have enough healthy RBC, അനീമിയ, വിളർച്ച. മാരോ ഡിപ്രഷൻ, മജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ. ഇനി ക്രോണിക് എഫക്റ്റുകൾ, അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ, അതായത് നിരന്തരമായിട്ട് നമ്മളിങ്ങനെ നിരന്തരമായിട്ട് റേഡിയേഷൻ, ചെറിയ എക്സ്പോഷർ, എന്നുവെച്ചാൽ വലിയ ഡോസിലല്ല, ചെറിയ ഡോസില്, പക്ഷെ നിരന്തരമായിട്ട് ഈ റേഡിയേഷൻ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. സ്കിന്നിന് എന്തൊക്കെയാ സംഭവിക്കാം? കഴിഞ്ഞുണ്ടാകുന്നത് നമ്മൾ റേഡിയേഷൻ, അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഈ റേഡിയേഷൻ കുറച്ച് ഡോസാണ്, പക്ഷെ തുടർച്ചയായിട്ട് ഈ റേഡിയേഷൻ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന റിസ്കുകളാണ്. അതിന് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് അറിയാം. ഹെയർ ലോസ്, നമ്മുടെ മുടിയൊക്കെ കൊഴിയാം, ഹെയർ ലോസ്. ബ്രിട്ടിൽ നെയിൽ എന്ന് വെച്ചാൽ എന്താ? നഖങ്ങളൊക്കെ പൊട്ടിപ്പോകാം. നഖമില്ലേ, നമ്മുടെ നഖമൊക്കെ പതുക്കെ ഇങ്ങനെ പൊട്ടിപ്പോകാം, നമ്മുടെ ഹെയർ പൊഴിയാം. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടിൽ നോസ്, നഖങ്ങള് പൊട്ടിപ്പോകാം. ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താ? അനീമിയ, ലുക്കീമിയ. അനീമിയ നമ്മൾ പറഞ്ഞല്ലോ, വിളർച്ച. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ക്യാൻസർ ആണ് ലുക്കീമിയ. അത് രണ്ടും ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, അനീമിയ, ലുക്കീമിയ. ഇനി ഐ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം ഉണ്ടാകാം? കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? തിമിരം. തിമിരം നമുക്ക് വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കൊക്കെ പറയാറില്ലേ, തിമിരം ഒരു പാട് പോലെ വന്ന് നമ്മുടെ കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞ് ഇല്ല. ഇപ്പൊ അതിന് ഇങ്ങനെ പൂർണ്ണമായിട്ടും കാഴ്ച നഷ്ടപ്പെടാം, പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ. അതിനൊക്കെ കാറ്ററാക്ടിനൊക്കെ സർജറി ഉണ്ട്. അപ്പൊ നമുക്കത് സർജറി ചെയ്ത് നമുക്കത് മാറ്റാം. കാറ്ററാക്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചോ. തിമിരം അറിയില്ലാത്തവരൊന്ന് നോട്ട് ചെയ്യുക. തിമിരം.
മറ്റുള്ള പ്രശ്നങ്ങൾ അതേഴ്സ്, മറ്റുള്ളതിൽ വരുന്ന ഏതൊക്കെയാ? സ്റ്റെറിലിറ്റി. സ്റ്റെറിലിറ്റി എന്ന് വെച്ചാൽ വന്ധ്യത. എന്താ? കുട്ടികളില്ലാത്തൊരവസ്ഥയില്ലേ? കുട്ടികളില്ലാത്ത ഇത് വന്ധ്യത. ഒബീസിറ്റി. ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ അമിതവണ്ണം. ഇതൊക്കെ ചെയ്യുമ്പോഴേ റേഡിയേഷൻസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മള് നമുക്ക് വണ്ണം വരാം, അമിതവണ്ണം വരാം, ഒബീസിറ്റി. ക്യാൻസർ. ക്യാൻസറും പല. അപ്പൊ ഇതിങ്ങനെയുള്ള എഫക്റ്റുകളാണ് അതിന്റെ റേഡിയേഷൻ റിസ്കുകൾ. സിവിയർ എഫക്റ്റ് പറഞ്ഞു, ക്രോണിക് എഫക്റ്റ് പറഞ്ഞു. അതിനകത്ത് സിവിയർ എഫക്ട്സിൽ വരുന്ന ഏതാണ്, അല്ലെങ്കിൽ ക്രോണിക് എഫക്റ്റിൽ വരുന്ന ഏതാണെന്ന്, അതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കി വെക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞത് അധികം ഒന്നും പഠിച്ചിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചോളൂ. എന്തൊക്കെയാണ് നമ്മളെ 4 ഇമേജിങ് സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ വന്ധ്യത എന്ന് പറയും. കുട്ടികൾക്ക് ഇല്ലാത്തൊരിതില്ലേ, വന്ധ്യത. വന്ധ്യത. അപ്പൊ 4 ഇമേജിംഗ് ടെക്നോളജി ഏതാന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് റേഡിയോളജിസ്റ്റ് വർക്കിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞാൽ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു, അതാണ്. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് വെച്ചാൽ ഡയഗ്നോസ് ചെയ്യുക മാത്രമല്ല, അതിന് എന്ത് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് കൂടി നൽകുന്നു. അതിൽ വരുന്നതാണ് ആൻജിയോഗ്രഫി, ബയോപ്സി, കാർഡിയക് കാത്തറൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി. ഇതെല്ലാം അതിൽ വരുന്നതാണ്, ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്ന. ഇനി അടുത്തതാണ് മൂന്നാമത്തെയാണ് റേഡിയേഷൻ ഓങ്കോളജി. അതായത് ക്യാൻസർ ട്രീറ്റ്മെന്റിനും ഈ റേഡിയേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഹൈ റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ എന്ത് ചെയ്യുന്നു, നശിപ്പിച്ച് കളയുന്നു, അല്ലെങ്കിൽ അടുത്ത കോശങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നതിന് തടയുക ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അടുത്ത ലൊക്കേഷനാ പറഞ്ഞ് എവിടേക്ക് ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ഫിസിക്കൽ ഫെസിലിറ്റി ആൻഡ് സ്പേസ് നെസസിറ്റി. എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയാണ് അവിടെ വേണ്ടതെന്ന് പറഞ്ഞു. റിസപ്ഷൻ കൺട്രോൾ ആൻഡ് റേഡിയേഷൻ ഏരിയ വേണമെന്ന് പറഞ്ഞു. പേഷ്യന്റിന് വെയിറ്റിംഗ് റൂം വേണം. സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞു. റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. പിന്നെ അടുത്ത റേഡിയേഷൻ റിസ്കുകൾ 2 ആയിട്ട് നമുക്ക് തിരിക്കാം. സിവിയർ എഫക്റ്റും വരുന്നുണ്ട്, ക്രോണിക് എഫക്റ്റും വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. ബാക്കിയത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ. ഇത്രയൊക്കെ ടെക്സ്റ്റ് ഉള്ളവരൊന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഇനിയും ഒത്തിരി കുട്ടികൾക്ക് ടെക്സ്റ്റ് കിട്ടാത്തവരുണ്ടോ? നമ്മൾ പേയ്മെന്റ് അടച്ചിട്ടും ടെക്സ്റ്റ് ഒത്തിരി കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ബൈ.